ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SIR ഫോം എല്ലാവരും പൂരിപ്പിച്ചു കൊടുത്തു. അതുകൂടാതെ അതിന്റെ അപ്ഡേറ്റ് ഒക്കെ BLOമാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രോസസ് ഒക്കെ ആ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ പ്രാവശ്യം ഒരുപാട് പേർക്ക് SIR ഫോം കിട്ടിയിട്ടില്ല. ഇപ്പൊ 2024 വോട്ടർ ലിസ്റ്റിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് SIR ഫോം നിങ്ങൾക്ക് വരാതിരുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈലോ ഒരു കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഫോം 6 എങ്ങനെ ഈസിയായി ഫിൽ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൊബൈലിലെ ഗൂഗിൾ ക്രോം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങൾ സെർച്ച് ബാറിൽ voters.eci.gov.in എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം നിങ്ങൾ എൻ്റർ ചെയ്യുക. ശേഷം ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ഫിൽ ഫോം 6 എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ സൈറ്റിൽ പ്രവേശിക്കുന്നതെങ്കിൽ രജിസ്റ്റർ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ എപ്പിക് നമ്പറോ കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ക്യാപ്ച ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അകത്ത് പ്രവേശിക്കാവുന്നതാണ്. ശേഷം നിങ്ങൾ താഴെ കാണുന്ന ഫിൽ ഫോം 6 എന്നുള്ളത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ഇന്റർഫേസ് ഇതായിരിക്കും. ഇതിൽ നമ്മൾ ഫോം 6 ഫുള്ളായി പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട്. ഇനി ഇംഗ്ലീഷിലെല്ലാം നിങ്ങൾക്ക് മലയാളം ലാംഗ്വേജിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ കാണുന്ന ഇംഗ്ലീഷ് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണോ, നിങ്ങൾക്ക് മലയാളം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മലയാളം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഇംഗ്ലീഷാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ആദ്യം കാണുന്നത് സെലക്ട് സ്റ്റേറ്റ് എന്നുള്ളതാണ്. നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ ആ സ്റ്റേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് കേരള എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. ശേഷം നിങ്ങളുടെ ജില്ല ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ മണ്ഡലം ഏതാണോ ആ മണ്ഡലം നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിന് താഴെ കാണുന്ന നെയിം ഓഫ് പാർലമെന്ററി നിങ്ങൾ പൂരിപ്പിക്കേണ്ടതില്ല. ശേഷം ഇവിടെ നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം താഴെയുള്ള കോളത്തിൽ നിങ്ങളുടെ പേര് എന്താണോ അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. ശേഷം എൻ്റർ അടിക്കുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് അത് മലയാളത്തിൽ കാണാൻ വേണ്ടി പറ്റും. ഇനി മലയാളത്തിൽ വന്ന വേർഡ്സ് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് ചേഞ്ച് ആക്കാവുന്നതാണ്. അതിനുശേഷം താഴെയുള്ള ഓപ്ഷനിൽ നിങ്ങൾ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ എഴുതിയത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ ഫോട്ടോ 4.5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 3.5 സെന്റിമീറ്ററിന്റെ ഉള്ളിൽ ആയിരിക്കണം. നിങ്ങളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം അത് 2 MB വരാൻ പാടുള്ളൂ. അതിനുശേഷം നിങ്ങൾ ചൂസ് ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് നിങ്ങളുടെ ഗാലറിയിലേക്ക് പോകും. ഗാലറിയിൽ ഏത് ഫോട്ടോയാണ് ആ ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ താഴെ സൂം ചെയ്യാനും അതുപോലെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നിങ്ങൾ സേവ് എന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം കുറച്ച് സമയത്തിനുള്ളിൽ അത് അപ്ലോഡ് ആയിട്ട് വരും. ശേഷം സക്സസ്ഫുള്ളി എന്ന് കാണിച്ചതിന് ശേഷം നിങ്ങൾ ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് കോളത്തിലേക്ക് പ്രവേശിച്ചു. ഇതിൽ ചോദിക്കുന്നത് നിങ്ങളുടെ റിലേറ്റീവ് ആരാണോ ആ റിലേറ്റീവിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഫാദർ ആണോ അല്ലെങ്കിൽ മദർ ആണോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണോ അല്ലെങ്കിൽ വൈഫാണോ ഇത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മദർ എന്ന് തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ തിരഞ്ഞെടുത്ത ആൾ ആരാണോ അവരുടെ പേര് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ശേഷം എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് ഇവിടെ മലയാളത്തിൽ കാണും. അപ്പോൾ മലയാളത്തിൽ നിങ്ങളുടെ കറക്റ്റ് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ചേഞ്ച് ആക്കാവുന്നതാണ്. ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിന്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. നിങ്ങളുടെ സെൽഫ് മൊബൈൽ ആണെങ്കിൽ സെൽഫ് മൊബൈൽ, അല്ലെങ്കിൽ റിലേറ്റീവിന്റെ മൊബൈൽ ആണെങ്കിൽ റിലേറ്റീവിന്റെ മൊബൈൽ, രണ്ടായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് എന്ന് യൂസ് ചെയ്യുക. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇതിൽ കൊടുക്കുന്ന മൊബൈൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ആയിരിക്കണം. കാരണം നിങ്ങളുടെ വോട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയം നിങ്ങൾക്ക് OTP വരിക ഈ മൊബൈൽ നമ്പറിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവിന്റെ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൊടുക്കാം. ഇനി അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ശേഷം നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക. ശേഷം വരുന്ന കോളത്തിൽ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ആധാർ നമ്പർ എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ ഏതാണോ ആധാർ നമ്പർ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. ആധാർ നിങ്ങൾക്കില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. ശേഷം വരുന്ന കോളത്തിൽ ജെൻഡർ ആണ്, നിങ്ങളുടെ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് വരുന്ന കോളത്തിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ ആ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വ്യക്തമാക്കുന്ന പ്രൂഫ് നിങ്ങൾ നൽകേണ്ടതുണ്ട്. അതിനായി നിങ്ങൾ ഡോക്യുമെന്റ് പ്രൂഫ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെന്റ് ഏതാണോ ആ ഡോക്യുമെന്റ് നിങ്ങൾ ഇവിടെ സമർപ്പിക്കുക. അതിനുശേഷം താഴെ കാണുന്ന ചൂസ് ഫയൽ എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഗാലറിയിലേക്ക് പോവുക. ഗാലറിയിൽ പോയതിനു ശേഷം നിങ്ങളുടെ പ്രൂഫ് ഏതാണോ നിങ്ങൾ അത് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ശേഷം ഡൺ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന കോളത്തിൽ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് ഫില്ല് ചെയ്യാനുള്ള ഒരു കോളമാണ്. അതിനായി നിങ്ങൾ ഇത് ഫുള്ളായി ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൽ ആദ്യം വരുന്ന ഓപ്ഷൻ ഹൗസ്, ബിൽഡിംഗ്, അപ്പാർട്ട് നമ്പർ എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഹൗസ് നമ്പർ ഏതാണോ അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ ക്ലിക്ക് ചെയ്യുക. എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് മലയാളത്തിൽ വരും. ഇനി മലയാളത്തിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ചേഞ്ച് ആക്കാവുന്നതാണ്. ശേഷം വരുന്നത് നിങ്ങളുടെ ഏത് സ്ട്രീറ്റ് ആണോ എന്നുള്ളതാണ്. അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അത് മലയാളത്തിൽ അവിടെ വരും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വില്ലേജ് ഏതാണോ ടൗൺ ഏതാണോ അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് ഏതാണോ അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം പോസ്റ്റ് ഓഫീസിൻ്റെ പിൻകോഡ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. ശേഷം നിങ്ങളുടെ താലൂക്ക് ഏതാണോ അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണോ അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ കൊടുത്ത വിവരങ്ങൾക്ക് ഒരു ഡോക്യുമെൻ്റ് പ്രൂഫായി നിങ്ങൾ നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഡോക്യുമെൻ്റ് ഫോർ പ്രൂഫ് ഓഫ് റെസിഡൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം സെലക്ട് ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം ചൂസ് ഫയൽ എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഗാലറിയിലേക്ക് പോവുക. നിങ്ങളുടെ കയ്യിൽ ഏത് പ്രൂഫാണോ ഉള്ളത് ആ പ്രൂഫ് നിങ്ങൾ ഇവിടെ നൽകുക. ശേഷം നിങ്ങൾ നെക്സ്റ്റ് പോവുക. നെക്സ്റ്റ് വരുന്ന കോളത്തിൽ ഡിസബിൾ ആയ ആൾക്കാർക്ക് വേണ്ടി പൂരിപ്പിക്കാനുള്ള ഒരു കോളമാണ്. അതിൽ ഡിസബിൾ ആയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇതിൽ പൂരിപ്പിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് വരുന്ന കോളത്തിൽ നിങ്ങളുടെ ഫാമിലി മെമ്പറിൻ്റെ പേര് കൊടുക്കാനാണ്. നിങ്ങളുടെ ഫാമിലി മെമ്പർ ആരാണോ അവരുടെ പേര് നിങ്ങൾ ഇവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അവരുമായുള്ള ബന്ധം എന്താണോ അത് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കൊടുത്ത റിലേറ്റീവിൻ്റെ എപ്പിക് നമ്പർ ഏതാണോ അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഫാമിലിയുടെ എപ്പിക് നമ്പർ നിങ്ങൾ കൊടുത്താൽ മാത്രമേ വോട്ടർ ലിസ്റ്റ് വരുമ്പോൾ അവരുടെ അടുത്തായി നിങ്ങളുടെ പേര് വരികയുള്ളൂ. അതിനു വേണ്ടിയാണ്. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം വരുന്ന കോളത്തിൽ ഡിക്ലറേഷൻ ഫോം എന്നുള്ളത് SIR 2026 ഫോം പൂരിപ്പിച്ച അതേ രീതിയിലാണ് ഇവിടെ വിവരങ്ങൾ നൽകേണ്ടത്. അതിനായി നിങ്ങൾ നിങ്ങളുടെ വിവരങ്ങളൊക്കെ നൽകിയതിനു ശേഷം അതിനുശേഷം താഴെ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 2002 SIR ലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങളാണ് നിങ്ങൾ ഇവിടെ നൽകേണ്ടത്. അതിനായി നിങ്ങൾ ആദ്യം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് ജില്ലയാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന പാർട്ട് സീരിയൽ നമ്പർ എന്നുള്ളത് നിങ്ങളെ ക്രമ നമ്പർ ഏതാണോ ആ ക്രമ നമ്പർ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണോ അത് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെർച്ച് എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ 2002 നിങ്ങളുടെ റിലേറ്റീവിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അതിനുശേഷം താഴെ കാണുന്ന ബോക്സ് ചിഹ്നത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമ്മളുടെ റിലേറ്റീവ് ആരാണോ അവരുടെ ഡീറ്റെയിൽസ് മൊത്തം നമ്മൾക്ക് ഇവിടെ ഒരു സ്ക്രീനിൽ കാണിച്ചു തരും. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന ഇൻ്റർഫേസിൽ നിങ്ങളുടെ വില്ലേജ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ ജില്ല നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതിന് താഴെ കാണുന്ന മന്തും അതുകൂടാതെ ഇയറും നിങ്ങൾ കൊടുക്കുക. ശേഷം സ്ക്രോൾ ചെയ്ത് താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്ലേസ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സ്ഥലം ഏതാണോ ആ സ്ഥലം നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുക. ശേഷം താഴെ ഓട്ടോമാറ്റിക്കലായി നമ്മൾ ഫില്ല് ചെയ്യുന്ന ഡേറ്റ് അവിടെ വന്നിരിക്കും. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം മുകളിൽ കാണുന്ന ക്യാപ്ച നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. ശേഷം സെൻഡ് OTP എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏത് മൊബൈൽ നമ്പറാണോ കൊടുത്തത് ആ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് OTP വരുന്നതായിരിക്കും. അതിനുശേഷം പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ ഫോം 6 ഫുള്ളായി പൂരിപ്പിച്ചതിൻ്റെ ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരും. നിങ്ങൾ എന്താണോ ഡീറ്റെയിൽസ് കൊടുത്തത് ആ ഡീറ്റെയിൽസ് മൊത്തമായി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന കീപ്പ് എഡിറ്റിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം ഡൗൺലോഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം സൈൻ ആൻഡ് സബ്മിറ്റ് എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഫോം 6 നമ്മൾ ഫുള്ളായി ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം. ബൈ.